കസ്റ്റഡി അപേക്ഷയില്ല, ജാമ്യം നൽകി ഹൈക്കോടതി. ജാമ്യം ഉത്തരവ് ലഭിച്ചാൽ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. വിശദമായ ഉത്തരവ് ഉച്ചകഴിഞ്ഞ് 3:30 പുറപ്പെടുവിക്കും. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിച്ചേക്കുമെന്ന് വാക്കാൽ സൂചിപ്പിച്ചിരുന്നു. ബോബിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുവെങ്കിലും ജാമ്യം അനുവദിക്കാമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തെങ്കിലും പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന്, ഇനിയും എന്തിനാണ് റിമാൻഡിൽ പാർപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു. ജാമ്യാപേക്ഷ പരിഗണിച്ച ഉടൻ പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്, കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക ആക്ഷേപം നടത്തി എന്നതും ശരിയല്ല. ഇപ്പോൾ തന്നെ 6 ദിവസം ജയിലിൽ കഴിഞ്ഞു, പരമാവധി 3 വർഷം വരെ തടവ് കിട്ടുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് 1 ദിവസത്തെ റിമാൻഡ് പോലും ആവശ്യമില്ല തുടങ്ങിയ വാദങ്ങൾ പോലും ഉന്നയിച്ചു. എന്നാൽ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നാൽ താൻ അതിന് എതിരാണെന്നും അതിനാൽ അക്കാര്യങ്ങൾ വിചാരണയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി പ്രതികരിച്ചു. ബോബിക്ക് ജാമ്യം നൽകരുതെന്നും സമൂഹത്തിൽ ശക്തമായ സന്ദേശം നൽകുന്നതായിരിക്കണം വിധിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. തുടർന്ന് ബോബി ചെമ്മണ്ണൂർ നൽകിയ അഭിമുഖങ്ങളും ബോബിയുടെ പ്രസ്താവനകളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് കേട്ടാൽ യാഥാർത്ഥ്യമാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് ആരാഞ്ഞു. ഹണി റോസ് അത്ര പ്രധാനപ്പെട്ട അഭിനേത്രിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്നും കോടതി ചോദിച്ചു. ബോബിയുടെ കയ്യിൽ പിടിച്ച് കറക്കിയപ്പോൾ ഹണി റോസ് എതിർപ്പ് പറഞ്ഞില്ല തുടങ്ങിയ പ്രതിഭാഗത്തിൻ്റെ വാദത്തോട് അത് അവരുടെ മാന്യത കൊണ്ടാണെന്ന് കോടതി പ്രതികരിച്ചത്. റിമാൻഡ് തുടരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അനുകൂലമായല്ല കോടതി പ്രതികരിച്ചത്. എന്തിനാണ് ഇനിയും അതിൻ്റെ ആവശ്യമെന്നും കോടതി ചോദിച്ചു. പോലീസ് കസ്റ്റഡി പോലും ചോദിച്ചിട്ടില്ല, സമൂഹത്തിന് സന്ദേശം കിട്ടണമെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ സമൂഹത്തിന് അത് ഇതിനകം തന്നെ മനസ്സിലായി കാണുമല്ലോ എന്നും കോടതി പ്രതികരിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാമെന്നും കോടതി പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിക്കില്ലെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നും പ്രതിഭാഗം വക്കീലിനോട് കോടതി ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു. തുടർന്ന് ജാമ്യം അനുവദിക്കാമായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:30 വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ബോബിക്കെതിരെയുള്ള ആരോപണം വൻ വിവാദം ഉണ്ടാക്കിയെങ്കിലും ജനങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നതാണ്. PV അൻവറിന് വീണ്ടും വക്കീൽ നോട്ടീസ് അയച്ച P ശശി. കൂസാതെ അൻവർ. തനിക്കെതിരെ നടത്തിയ ആക്ഷേപത്തിൽ വിവാദ നായകൻ PV അൻവറിന് CPM നേതാവ് P ശശിയുടെ വക്കീൽ നോട്ടീസ്. VD സതീശനെ അഴിമതി ആരോപണം നടത്താൻ പ്രേരിപ്പിച്ച പരാമർശം പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇന്നലെ MLA സ്ഥാനം രാജിവെച്ച ശേഷം UDFനോട് മാപ്പ് ചോദിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് P ശശിയാണെന്ന ആക്ഷേപം PV അൻവർ നടത്തിയിരുന്നു. P ശശി അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസാണിത്. P ശശിയുടെ പരാതിയിൽ 3 കേസുകൾ നിലവിൽ അൻവറിനെതിരെ കണ്ണൂരിലെ കോടതികളിലുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം എഴുതി കൊടുത്തു എന്നടക്കം PV അൻവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും P ശശി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശത്രുവായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് PV അൻവർ ശശിക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. UDFൽ മാപ്പപേക്ഷ എഴുതി കൊടുക്കാൻ PV അൻവർ തയ്യാറായി കാത്തു നിൽക്കട്ടെ എന്നും ഇടതുമുന്നണി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാവുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വതന്ത്രൻ വേണോ? പാർട്ടി തലത്തിൽ സ്വതന്ത്രന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കണോ? അതെല്ലാം അപ്പോൾ നോക്കാമെന്നും പറഞ്ഞു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി VS ജോയിയെ പരിഗണിക്കണമെന്നും അദ്ദേഹം മലയോര ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള
നേതാവാണെന്നും തെരഞ്ഞെടുപ്പ് പിണറായിസത്തിന് നേരെയുള്ള ആദ്യ ആണിയായി മാറുമെന്നും അൻവർ പറഞ്ഞു. PV അൻവറിന് UDFിലെ പ്രവേശനത്തിന് കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ നടത്തിയ പരാമർശം കോൺഗ്രസുകാർക്ക് മറക്കാനും പൊറുക്കാനും ആവില്ലെന്നാണ് കോൺഗ്രസുകാരുടെ അഭിപ്രായം. വയനാട് ദുരന്തം കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സർക്കാർ തീരുമാനം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സർക്കാർ തീരുമാനം. മരിച്ചവരായി കണക്കാക്കി ബന്ധുക്കൾക്ക് ധനസഹായം നൽകും. ഇതിനായി 2 സമിതികൾ രൂപീകരിച്ചു. പ്രാദേശിക സമിതിയാണ് ആദ്യം പട്ടിക തയ്യാറാക്കുക. ദുരന്തത്തിൽ കാണാതായവരെ അവരുടെ ബന്ധുക്കൾക്ക് നൽകിയ പരാതി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സ്വീകരിക്കും. ഇതിന് ശേഷം വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, അതാത് പോലീസ് സ്റ്റേഷനുകളിലെ SHO എന്നിവരടങ്ങുന്ന സമിതി ഇത് പരിശോധിച്ച് പട്ടിക തയ്യാറാക്കി ദുരന്ത നിവാരണ സമിതിക്ക് കൈമാറും. ഇത് ദുരന്ത നിവാരണ സമിതി അതോറിറ്റി വ്യക്തമായി ശുപാർശയോടെ സംസ്ഥാനതല സമിതിക്ക് കൈമാറണമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും റവന്യൂ, തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് സംസ്ഥാനതല സമിതി. ഇവർ പട്ടിക പരിശോധിച്ച് സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിക്കുന്നതോടെ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ആശ്രിതർക്ക് ധനസഹായം നൽകാനാണ് സർക്കാർ തീരുമാനം. SFIയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം KSUവും ലഹരിയും എന്ന് സുരേഷ് കുറുപ്പ്. SFIക്ക് സ്വയം നിയന്ത്രണം ആവശ്യമാണെന്ന് CPM നേതാവ് സുരേഷ് കുറുപ്പ്. ക്യാമ്പസുകളിൽ ആരായാലും ചോദ്യം ചെയ്യപ്പെടാൻ ഇല്ലാത്തതും ലഹരിയുടെ ഉപയോഗവുമെല്ലാം SFIയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമാണെന്ന് ആദ്യകാല SFI നേതാവ് കൂടിയായ സുരേഷ് കുറുപ്പ് പറയുന്നു. പണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്കും അതിൻ്റെ ഭാരവാഹികൾക്കുമെല്ലാം വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പത്രങ്ങൾക്ക് KSUവിൻ്റെ നേതൃനിരയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടും. SFIയുടെ ഇപ്പോഴുള്ള പ്രശ്നം ഞാൻ മനസ്സിലാക്കിയ ഇടത്തോളം ക്യാമ്പസുകളിലെ അപ്രമാണിത്വമാണെന്നും അവർക്ക് എതിരാകുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പോലെയാണ് KSUവിൻ്റെ പ്രവർത്തനം. മുൻപൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ നിരന്തരം അളക്കുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. പൊതുവായ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ എന്നല്ലാതെ SFIയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ CPMന് കഴിയില്ല. അങ്ങനെ ഇടപെടരുത് എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം. എന്നാൽ SFI മോശമായി എന്ന അഭിപ്രായം എനിക്കില്ല. അനുനിമിഷം നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാൻ സംവിധാനങ്ങൾ ഉണ്ടെന്നും സ്വയം നിയന്ത്രണം SFI പാലിക്കേണ്ടതാണ് പ്രധാനമാണ്. ലഹരി ഉപയോഗം കൂടുന്നത് മറ്റൊരു കാരണവുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.